Hello friends, welcome to Ammu's Mantra. In Ammu's Mantra, I have my favorite recipe. I will share it. Thrissur special pork and koorka. നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഏറ്റവും ആദ്യം തന്നെ പോർക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് നടുവേ കീറിയത്. ഈ പൊടികളെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പച്ചമുളക് ഞാൻ ഇവിടെ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ്. ഓൾറെഡി ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ നമുക്ക് കുക്കറിൽ അടച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് പ്രഷർ റിലീസ് ചെയ്ത് കളയരുത്. തനിയെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുറക്കാനായിട്ട്. ഇപ്പം ഒരു വിസിൽ കഴിഞ്ഞു. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഒരു തരി പോലും വെള്ളം ചേർക്കാതെ തന്നെ പോർക്കിൽ നിന്നും നല്ലപോലെ വെള്ളവും അതിൻ്റെ നെയ്യും ഒക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിലേക്ക് നമ്മുടെ ഹൈലൈറ്റ് കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പോർക്കിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയാണെങ്കിലും ഒരു തരി പോലും വെള്ളം നമ്മൾ ഒഴിക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം ആ പോർക്കിൽ നിന്ന് ഊരി വന്നിട്ടുണ്ട്. മുഴുവൻ കൂർക്കയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൂർക്കയ്ക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അതേപോലെ തന്നെ കൂർക്കയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടിയും ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. വീണ്ടും കുക്കർ അടച്ച് ഒരു വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലടിച്ചാൽ മതി. അതിലും കൂടുതലായാൽ നമ്മുടെ കൂർക്ക അങ്ങ് വെന്തു പോകും. ആ പോർക്കിൻ്റെ നെയ്യൊക്കെ നമ്മുടെ കൂർക്കയിലേക്ക് പിടിച്ചിട്ട് ആ കൂർക്ക കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. പോർക്ക് കഴിക്കുന്ന ആൾക്കാർ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ദാ ഒരു വിസിൽ വന്നു. കൂർക്കയും പോർക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 ഉള്ളി, അതുപോലെ ഒരു 4-5 വെളുത്തുള്ളിയും വളരെ കനം കുറച്ച് അരിഞ്ഞു വയ്ക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് ആ പാത്രം വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ആക്ച്വലി ആവശ്യമില്ല. നമുക്ക് ആ പോർക്കിൻ്റെ നെയ്യിൽ നിന്ന് വേണമെങ്കിൽ കറി പ്രിപ്പയർ ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വരണം. ഇന്നത്തെ പോർക്ക് ആൻഡ് കൂർക്ക കറി ഞാനല്ല പ്രിപ്പയർ ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ്. അമ്മയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. അമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് പൊടികൾ ചേർത്തതിൻ്റെ പുറകെ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ആ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കൂർക്കയും ചേർക്കാം. അത് മുഴുവൻ ചേർക്കണം എന്നില്ല, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അമ്മ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ഹാഫേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഹാഫ് വേവിച്ച് വെച്ചത് ടൈറ്റാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി ചെറിയ തീയിലിട്ട് നമുക്ക് വേവിക്കാം. ഓൾറെഡി വെന്തതാണ്, പക്ഷെ നമ്മുടെ ഈ മസാലകളൊക്കെ ആ കറിയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പോർക്കിന് ഒരുപാട് നെയ്യുണ്ട്. നെയ്യ് ഒരുപാട് കാണുകയാണെങ്കിൽ നമുക്കത് ഊറ്റി മാറ്റാം. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പം ആ കൂർക്കയിലേക്ക് നമ്മുടെ മസാലകളെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാവും. പോർക്ക് കഴിക്കാത്ത ആൾക്കാർ ഇതേ റെസിപ്പി തന്നെ പോർക്കിന് പകരം ബീഫ് ഇട്ട് പ്രിപ്പയർ ചെയ്താൽ നല്ല രുചിയാണ്. കൂർക്കയ്ക്ക് പകരം പച്ച ഏത്തക്കായ ചേർക്കാം. പോർക്കും കൂർക്കയും പോലെ തന്നെ പോർക്കും ഏത്തക്കായും നല്ല രുചിയാണ്. അങ്ങനെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ
എൻ്റെ ഫേവറേറ്റ് പോർക്കും കൂർക്ക കറിയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എരിവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ നല്ല വെന്ത കഞ്ഞിയുടെ കൂടെ ഈ പോർക്കും കൂർക്കയും കിട്ടിയാൽ അന്നത്തെ ഡിന്നർ കുശാലായി. ഇതുവരെ പോർക്കും കൂർക്കയും കഴിച്ചു നോക്കിയിട്ടില്ലാത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി അമ്മൂസ് മന്ത്രയിലെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.